ഹായ്, എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ സമീറ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. എന്താണെന്നോ? ബ്രെഡ് പിസ്സ. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പിസ്സയാണ്. അപ്പൊ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബെൽ പെപ്പർ ഗ്രീനും റെഡും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾക്ക് കുറച്ച് മതിയാകും, കാരണം ബ്രെഡ് പിസ്സ അല്ലേ. അപ്പൊ അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഫില്ലിങ് ഒരുപാടൊന്നും വേണ്ടി വരത്തില്ല. ഞാൻ ഇനി ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാൻ പോവാം. ഇത്രയും മതിയാകും. ഇനി ഈ വെജിറ്റബിൾസ് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒലീവ്സ് ആണ്. ഇത് ഞാനിവിടെ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ബ്ലാക്ക് ഒലിവ് എടുത്തിട്ടുണ്ട്, അതും ഇതിലേക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ശരിക്കും ഒലിവൊക്കെ ഇടുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂൺ ഒറിഗാനോ ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്യും. ഇനി നമുക്ക് ഈ മിക്സിങ് മാറ്റി വെച്ചിട്ട് ചീസ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഇതിനായിട്ട് മൊസറോള്ള ചീസാണ് എടുക്കുന്നത്. ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്തിടാം. ഈ ചീസ് ഗ്രേറ്റ് ചെയ്യുന്നതിന് മുൻപ് ഈ ഗ്രേറ്ററിൽ കുറച്ച് ഓയിൽ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വാഷ് ചെയ്തെടുക്കാൻ സാധിക്കും. നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വാങ്ങുന്നതിനേക്കാളും എനിക്കിഷ്ടം ഇതുപോലെ ബ്ലോക്ക് ചീസായിട്ട് ഇങ്ങനെ വാങ്ങിയിട്ട് ഗ്രേറ്റ് ചെയ്യുന്നതാണ്. ചീസ് ഇതുപോലെ വേണം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് എടുക്കേണ്ടത്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് സോസ് തയ്യാറാക്കാം. ഒരു ബൗൾ എടുത്തിട്ട് കുറച്ച് സ്വീറ്റ് ആൻഡ് ചില്ലി സോസ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിനൊന്നും ഒരു പ്രത്യേകിച്ച് ഒരു കണക്കൊന്നുമില്ല. നമ്മൾ എത്ര ബ്രെഡ് എടുക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് സോസ് എടുക്കാം. പിന്നെ ഞാനിവിടെ മയണൈസ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഷെഷ്വാൻ മയണൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. ഇത്രയും മതിയാവും. നോർമൽ മയണൈസ് ആയാലും മതി. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഒറിഗാനോ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ ഞാൻ ഇടുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ ഇതുപോലെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡിലേക്ക് ഞാനിവിടെ ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഈ ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കാം. ബട്ടർ നമ്മൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് തേച്ചെടുക്കാൻ സാധിക്കും. ഇങ്ങനെ ബട്ടർ തേച്ച ബ്രെഡിനെ നമുക്ക് തിരിച്ചു വെച്ച് കൊടുക്കണം. തിരിച്ചു വെച്ചിട്ട് വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ ബട്ടർ തേച്ച് കൊടുക്കാം. ഇതുപോലെ ബ്രെഡിലെല്ലാം ഞാനിവിടെ ബട്ടർ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സോസ് തേച്ച് കൊടുക്കാം. ഇവിടെ ഞാൻ സോസ് തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഈ മൊസറോള്ള ചീസ് ഇതിൻ്റെ പുറത്തേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് കുറേശ്ശെ ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ ഈ വെജിറ്റബിൾസ് വയ്ക്കുമ്പോൾ ഈ 2 സ്ലൈസിൽ മാത്രമേ വെക്കത്തുള്ളൂ. ഇത് നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് വെക്കുന്നതാണ്. ഇത്രയും മതിയാകും. ഇനി വീണ്ടും നമുക്ക് ഈ മൊസറോള്ള ചീസ് ഇതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബ്രെഡ് കൊണ്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് അമർത്തി കൊടുത്താൽ മതി. ഒരുപാട് അമർത്തണ്ട. ഇതുപോലെ വേണം നമ്മളിത് ഫില്ല് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ചൂടായ പാനിൽ വെച്ച് ഇത് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ കാസ്റ്റ് ചെയ്യേണ്ട ഒരു പാനാണ് ചൂടാക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബ്രെഡിൻ്റെ പീസ് വെച്ച് കൊടുക്കണം. വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക.
ജസ്റ്റ് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി, ഒരുപാട് അമർത്തണ്ട. പിന്നെ ഞാനിതൊന്ന് മൂടിക്കൊടുക്കുകയാണ്. അതായത് ഇതിനുള്ളിലെ ചീസ് മെൽറ്റായി വരണം, അതാണ് ഇതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്യരുത്. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച ശേഷം ഇതുപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ ഈ അടപ്പൊന്ന് മാറ്റിയിട്ട് നമുക്കിതൊന്ന് മറച്ച് വെച്ച് കൊടുക്കാം. കണ്ടോ, നല്ല ടോസ്റ്റായി വന്നിട്ടുണ്ട്. വീണ്ടും ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി ഫ്ലെയിം കുറച്ചുകൂടി ഒന്ന് കുറച്ച് വെക്കാം, കാരണം ഓൾറെഡി പാനിന് നല്ല ചൂടുണ്ട്. ഇത് കാസ്റ്റ് അയൺ ആയതുകൊണ്ട് തന്നെ നല്ല ചൂട് നിൽക്കും. നിങ്ങൾ കാസ്റ്റ് അയണിൻ്റെ പാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം, കാരണം ഓൾറെഡി ഇപ്പം ഈ പാൻ നല്ല ചൂടായിരിക്കുകയാണ്. അപ്പം ഇത് ടോസ്റ്റ് ആവാൻ വേണം, ഇതിനുള്ളിലെ ആ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആവാൻ വേണം. അപ്പം അതാണ് അതിൻ്റെ ഒരു കണക്ക്. ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. ഞാൻ മറു സൈഡ് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. കണ്ടോ കണ്ടോ, ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ബ്രെഡ് പിസ്സ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പിസ്സയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈസി റെസിപ്പികൾക്കായി സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും മയണൈസും ഈ വെജിറ്റബിൾസും ഒക്കെ ചേർന്നിട്ട് ആ ചീസിൻ്റെയും എല്ലാം വന്നിട്ട് നല്ല ഒരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.